ഹായ് പ്രജീഷ, കൺഗ്രാറ്റുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു. IELTS നല്ല സ്കോറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ സ്കോർ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ചെയ്യാവോ? ഇൻഡിവിജ്വൽ സ്കോർ എനിക്ക് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും 6.5 ആയിരുന്നു, ലിസണിങ്ങിന് 8.5, റീഡിങ്ങിന് 8, ഓവറാൾ 7.5. 7.5. എന്തായിരുന്നു റിക്വയർഡ് സ്കോർ എന്നുള്ളത്? ഓവറോൾ എത്ര വേണമെന്നായിരുന്നു? 6.5 മതിയായിരുന്നു, പക്ഷേ 7.5 കിട്ടിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, പ്രജീഷയെ ഞാൻ മനസ്സിലാക്കുന്നത് ജോയിൻ ചെയ്തത് മാർച്ചിലാണ്, ഏപ്രിലിൽ എക്സാം എഴുതി. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, പ്രജീഷ് ജോയിൻ ചെയ്തത് പേയ്മെന്റ്, ഹാഫ് പേയ്മെന്റ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ എക്സാമിനേഷൻ എന്നുള്ളതായിരുന്നു അല്ലേ? സോ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും, ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നൊക്കെ ഉള്ളത്? അതെ, തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാ ഇതിന്റെ കൊടുക്കേണ്ടത് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെ എങ്ങനെയാന്ന് എല്ലാ കാര്യവും പറഞ്ഞു തന്നായിരുന്നു. എല്ലാ ടെൻഷൻ മാറി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് ഇൻ ലെറ്റ്സ് അപ്ഡേറ്റ്? പറഞ്ഞ കണക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷേ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ ഗൈഡൻസ് എനിക്ക് എന്തിനാണ് വേണ്ടത്, ഗൈഡൻസ് വേണ്ടതെന്നുള്ളവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിനനുസരിച്ചുള്ള സപ്പോർട്ടും നല്ല ടീച്ചിങ്ങും കിട്ടിയായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഓരോ മൊഡ്യൂൾ? ഏതായിരുന്നു ടഫ് മൊഡ്യൂള്? ടഫ് എനിക്ക് റൈറ്റിംഗ് സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോ അവര് ഡിസ്കഷൻസ് ഒക്കെ തന്നായിരുന്നു, മിസ്റ്റേക്സ് എല്ലാം പറഞ്ഞു തന്നു, എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നപ്പോ അത് ഇമ്പ്രൂവ് ആയി. പിന്നെ ലിസണിങ്ങിനും റീഡിങ്ങിനും ആണെങ്കിൽ അവര് ടഫ് മെറ്റീരിയൽസ് എനിക്ക് ലാസ്റ്റ് എക്സാമിന് മുന്നേ ആയിട്ടൊക്കെ കുറെ തന്നായിരുന്നു. അപ്പൊ അതിന്റെ ഇത് ചെയ്തതിന്റെ ഇതിൽ എനിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. എക്സാം അതിനനുസരിച്ച് എളുപ്പമായിട്ട് എനിക്ക്. അതെ. സോ എക്സ്ട്രാ ഡിസ്കഷൻസ് ആണ് അല്ലേ നമ്മൾ കേൾക്കുന്നവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട. സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഇൻഡിവിജ്വൽ സെഷൻസ് ഉണ്ട്, isn't it? യെസ്. ടാസ്ക് 1 ആണെങ്കിലും ടാസ്ക് 2 ആണെങ്കിലും ഇൻഡിവിജ്വൽ സെഷൻസ് ഡെയിലി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ആൻഡ് സ്പീക്കിംഗ് ഇൻഡിവിജ്വൽ സെഷൻസും ഉണ്ടായിരുന്നു. സ്പീക്കിങ്ങിന്റെ കാർഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിന് ചെന്നപ്പോഴത്തേക്കും? സ്പീക്കിംഗ് എല്ലാം ടീച്ചേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്ത കാർഡ് തന്നെയായിരുന്നു വന്നത്. അപ്പൊ എനിക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. എനിക്ക് കോമൺ ആയിട്ടുള്ള മൂവിയെ കുറിച്ച് സംസാരിക്കാനായിട്ടായിരുന്നു വന്നത്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. ഓക്കെ, സോ ഓവറോൾ വെരി ഹാപ്പി ആണ്. ഓക്കെ, വി ആർ ഓൾസോ വെരി ഹാപ്പി ടു സീ യുവർ റിസൾട്ട്. സോ ലൈക്ക് ഒരു 3 മാസം ഇവിടെ പഠിച്ച എക്സാം റിസൾട്ട് വന്ന ഒരാളാണ്. സോ എനിക്കറിയാം ഹൗ മച്ച് യു ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ choosing Let's Update Language Academy, and we hope that we have given the 100% to you. Yes. Okay, thank you so much. Thank you.